മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ തുടർച്ചയായ 7ാമത്തെ ബജറ്റ്. സ്വതന്ത്ര ഇന്ത്യയുടെ 96ാമത്തെ ബജറ്റ്. എന്നാൽ ഈ ബജറ്റിനെ ഇന്ത്യയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജൂൺ 27 നടന്ന സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ സമ്പൂർണ്ണ ബജറ്റിൽ ചരിത്രപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ മോഹന വാഗ്ദാനം. രാജ്യം ഇന്ന് അനുഭവിക്കുന്ന വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക അസമത്വത്തിനും പരിഹാരമായിരിക്കും ബജറ്റ് എന്ന പ്രതീക്ഷയിലായിരുന്നു നാം എല്ലാം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് പ്രതീക്ഷയുടെ അമിത ഭാരം വേണ്ട എന്നായിരുന്നു. ഇത്തവണ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ പ്രതീക്ഷിക്കാൻ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രപതി പറഞ്ഞ ചരിത്രപരമായ തീരുമാനങ്ങളും അതിൽ കാണാനുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലാകട്ടെ 2030ഓടെ ഇന്ത്യ $7 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥയാകുമെന്നും 2047 ആകുമ്പോൾ വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നുമുള്ള വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മല സീതാരാമന്റെ മുൻ ബജറ്റുകളെ അപേക്ഷിച്ച് അവതരണത്തിലും പ്രഖ്യാപനത്തിലുമെല്ലാം മാറ്റമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഈ ബജറ്റ് ഇന്ത്യ ഇന്ന് നേരിടുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം എന്നിവയ്ക്ക് ആശ്വാസം പകരുന്നതാണോ? 2016 മുതൽ 2023 വരെയുള്ള 7 വർഷത്തിനിടയിൽ 11.3 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായതെന്ന് അടുത്തിടെ പുറത്തു വന്ന ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. നോട്ട് നിരോധനം, GST നടപ്പിലാക്കൽ, COVID-19 എന്നിവയാണ് കാരണങ്ങളായി പറയുന്നത്. ഇത്ര വലിയ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കുന്നതിനുള്ള എന്ത് നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുള്ളത്? വലിയ പ്രഖ്യാപനങ്ങളോ വകയിരുത്തലുകളോ ഇല്ലാതെ ബജറ്റിൽ മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതം എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്നതാണ് പ്രധാന ചോദ്യം. സമ്പദ്ഘടനയിൽ മാറ്റം വരണമെങ്കിൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയും സാധാരണക്കാരുടെ വരുമാനം വർദ്ധിക്കുകയും അവരുടെ ജീവിത ഗുണനിലവാരം ഉയരുകയും വേണം. എന്നാൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കാരണം വലയുന്ന ഗ്രാമങ്ങൾ ആശ്വാസമായി കാണുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച 86,000 കോടി തന്നെ നിലനിർത്തുകയാണുണ്ടായത്. 48.25 ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി അനുവദിക്കപ്പെട്ടതാകട്ടെ 1,32,469.86 കോടി രൂപ. അതായത് മൊത്തം ബജറ്റിന്റെ 3.15% മാത്രം. 2019 ബജറ്റിന്റെ 5.44% ആയിരുന്നതാണ് പിന്നീട് ഓരോ ബജറ്റിലും വെട്ടിക്കുറയ്ക്കുന്നത് തുടരുന്നത്. ബജറ്റിൽ പതിവ് പോലെ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചതാകട്ടെ പ്രതിരോധ മേഖലയ്ക്കും 6.21 കോടി ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തൊഴിലില്ലായ്മയെ നേരിടാൻ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന നയമാണ് ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. നൈപുണ്യ പരിശീലനവും ഇന്റേൺഷിപ്പും ഉൾപ്പെടെ തൊഴിൽ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികൾക്കെല്ലാം കൂടി 2 ലക്ഷം കോടിയാണ് 5 വർഷത്തേക്ക് വകയിരുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത് സ്വകാര്യ മേഖലയുടെ CSR ഫണ്ടുകളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും വലിയ പ്രതീക്ഷ നൽകുന്നതല്ല. 2019 മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷകൾ കൈയൊഴിഞ്ഞ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 4.1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായി പുതിയ പ്രഖ്യാപനം. വ്യക്തിഗത ആദായ നികുതിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്നും 75,000 രൂപയായി ഉയർത്തിയത് മധ്യവർഗത്തിന് ആശ്വാസമാണ്. എന്നാൽ മധ്യവർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ കോർപ്പറേറ്റുകൾ കുറഞ്ഞ നികുതിയാണ് നൽകുന്നത്. 2023-24 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ അറ്റ പ്രത്യക്ഷ നികുതി വരുമാനം 19.58 ലക്ഷം കോടി രൂപയായിരുന്നു. ഇതിൽ വ്യക്തിഗത ആദായ നികുതി വരുമാനം 52.3%. കോർപ്പറേറ്റ് നികുതി വരുമാനം 46.5% ആയിരുന്നു. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ ജൂലൈ 11 വരെയുള്ള അറ്റ പ്രത്യക്ഷ നികുതി വരുമാനം 5,74,357 കോടി രൂപയാണ്. കോർപ്പറേറ്റ് നികുതി വരുമാനം 2,10,274 കോടി രൂപയും വ്യക്തിഗതങ്ങളായ നികുതി വരുമാനം 3,46,036 കോടി രൂപയുമാണ്. ഇന്ത്യയിൽ കമ്പനികളെക്കാൾ കൂടുതൽ നികുതി നൽകുന്നത് വ്യക്തികളാണെന്ന് ചുരുക്കം. 2019-20 ബജറ്റിൽ കമ്പനി നികുതി നിരക്കുകൾ 30% നിന്നും 22%ആയാണ് വെട്ടിച്ചുരുക്കിയതെന്ന് ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. കമ്പനി നികുതി വെട്ടിക്കുറച്ച ഇനത്തിൽ ചുരുങ്ങിയത് 1.25 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഓരോ കൊല്ലവും സർക്കാരിനുണ്ടാകുന്നത്. ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള ക്ഷേമ മേഖലകളിൽ
ചെലവ് ചുരുക്കിക്കൊണ്ടായിരുന്നു സർക്കാർ ആ നഷ്ടത്തെ നേരിട്ടതെന്നും ഓർക്കണം. എന്നാൽ സ്വകാര്യ കമ്പനികൾ നികുതി ഇളവ് കൊണ്ട് ലാഭം കൂടിയിട്ടും തൊഴിൽ വർദ്ധിപ്പിക്കുകയോ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടുമില്ല. മറ്റു സംസ്ഥാനങ്ങളെ പരിഗണിക്കാതെ ബീഹാറിന് 26,000 കോടി രൂപയുടെയും ആന്ധ്രാപ്രദേശിന് 15,000 കോടി രൂപയുടെയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ധനമന്ത്രിയുടെ നടപടിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. ബജറ്റിനെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാന അന്തരമുള്ള രാജ്യമാണ് നമ്മുടേത്. 2022-23 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 22.6% കൈയടക്കുന്നത് 1% വരുന്ന അതിസമ്പന്നരാണ്. ഏറ്റവും സമ്പന്നരായ 0.1% മാത്രം വരുന്നവരുടെ കയ്യിലാണ് ദേശീയ വരുമാനത്തിന്റെ 10%. കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് ഗണ്യമായി വർദ്ധിച്ചു. 9.3 കോടി പ്രായപൂർത്തിയായ ഇന്ത്യക്കാരിൽ ഏകദേശം 10,000 പേർ ശരാശരി 2,260 കോടി രൂപയുടെ സമ്പത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ സമ്പത്തിന്റെ 16,763 മടങ്ങ് അധികമാണ്. ഫ്രഞ്ച് സാമ്പത്തിക വിദഗ്ധൻ തോമസ് പിക്കറ്റിയും കൂട്ടരും തയ്യാറാക്കിയ ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാലിറ്റി ഇൻ ഇന്ത്യ 1922-2023 ദ റൈസ് ഓഫ് ദ ബില്യനെയർ രാജ് എന്ന പഠനത്തിൽ പറയുന്ന വിവരങ്ങളാണിവ. റിസർവ് ബാങ്കിൽ നിന്നും ലാഭവിഹിതമായി ലഭിച്ച 2.11 ലക്ഷം കോടി രൂപയും ഉയർന്ന പ്രത്യക്ഷ നികുതി വരുമാനവും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമായിരുന്നു. അതിനാൽ തന്നെ രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കുറയ്ക്കാൻ ഉതകുന്ന ക്ഷേമ സാമൂഹിക മേഖലകളെ പരിഗണിക്കുന്ന ബജറ്റ് ആകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ധനക്കമ്മി 4.9% കുറച്ചു നിർത്താൻ ഉയർന്ന വരുമാനത്തെ ഉപയോഗിച്ച സർക്കാർ ക്ഷേമ സാമൂഹിക മേഖലകളെ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല. 200ഓളം ശതകോടീശ്വരന്മാരുള്ള ഇന്ത്യയിൽ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ 2022-23 അനുസരിച്ച് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും 2 നേരം ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥയാണുള്ളത്. ഇത്തരം അസമത്വങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ പ്രോഗ്രസീവ് ടാക്സേഷൻ അഥവാ വർദ്ധമാന നികുതി സമ്പ്രദായം സ്വീകരിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ നിലനിൽപ്പിനും സഹായകമാണ്. എന്നാൽ അദാനി അംബാനിമാരുടെ ഉറ്റ സുഹൃത്തുക്കൾ നയിക്കുന്ന സർക്കാരിന് ശതകോടീശ്വരന്മാരുടെ ആസ്തിക്കുമേൽ നികുതി ചുമത്തി സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനുള്ള ധൈര്യം ഈ ബജറ്റിലും ഉണ്ടായില്ല. ഒരു വിവാഹം നടത്താൻ 5,000 കോടി രൂപ നീക്കിവെക്കാൻ ശേഷിയുള്ള അതിസമ്പന്നരുടെ രാജ്യത്ത് മറുവശത്ത് അതിദരിദ്രർ കൂടി വരുന്നു എന്ന യാഥാർത്ഥ്യം ബജറ്റുകൾ എന്നാണ് പരിഗണിക്കുക?